ശാന്തി 1/9/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് ഉത്തമത്തിലും ഉത്തമ പുരുഷൻ ആകേണ്ടത്. ഏറ്റവും ഉത്തമ പുരുഷനാണ് ഈ ലക്ഷ്മി നാരായണൻ. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ബാബയോടൊപ്പം ഏതൊരു ഗുപ്തമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉത്തരം: ആദി സനാതന ദേവീ ദേവത ധർമ്മത്തിന്റെയും ദൈവിക രാജധാനിയുടെ സ്ഥാപനം. നിങ്ങൾ ബാബയോടൊപ്പം ഗുപ്ത രൂപത്തിൽ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ പൂന്തോട്ടക്കാരനാണ്. ബാബ വന്ന് മുള്ളുകളുടെ കാടിനെ പുഷ്പങ്ങളുടെ പൂന്തോട്ടമാക്കി മാറ്റുന്നു. ആ പൂന്തോട്ടത്തിൽ യാതൊരു ഭയാനകവും ദുഃഖം നൽകുന്നതുമായ വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നില്ല. ഗീതം ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് ആത്മീയ കുട്ടികളെ മനസ്സിലാക്കിക്കുന്നത് തീർച്ചയായും ശരീരത്തിലൂടെയാണ്. ആത്മാവിന് ശരീരമില്ലാതെ ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കില്ല. ആത്മീയ പിതാവിനും ഒരു തവണ പുരുഷോത്തമ സംഗമയുഗത്തിൽ ശരീരം എടുക്കേണ്ടി വരുന്നു. ഇത് സംഗമയുഗവും ആണ്. ഇതിനെ പുരുഷോത്തമ യുഗം എന്നും പറയും. കാരണം ഈ സംഗമയുഗത്തിന് ശേഷം പിന്നീട് സത്യയുഗം വരുന്നു. സത്യയുഗത്തെയും പുരുഷോത്തമ യുഗം എന്ന് പറയും. ബാബ വന്ന് സ്ഥാപനയും പുരുഷോത്തമ യുഗത്തിൻ്റെത് ചെയ്യുന്നു. സംഗമയുഗത്തിൽ വരുന്നു. അപ്പോൾ തീർച്ചയായും അതും പുരുഷോത്തമ യുഗമായി. ഇവിടെ തന്നെയാണ് കുട്ടികളെ പുരുഷോത്തമനാക്കി മാറ്റുന്നത്. പിന്നീട് നിങ്ങൾ പുരുഷോത്തമർ പുതിയ ലോകത്തിൽ വസിക്കുന്നു. പുരുഷോത്തമർ അർത്ഥം ഉത്തമത്തിലും ഉത്തമ പുരുഷൻ. ഈ രാധാകൃഷ്ണൻ അഥവാ ലക്ഷ്മി നാരായണനാണ്. ഈ ജ്ഞാനവും നിങ്ങൾക്കുണ്ട്. മറ്റു ധർമ്മത്തിലുള്ളവരും അംഗീകരിക്കും. തീർച്ചയായും ഇവർ ഹെവന്റെ അധികാരിയാണ്. ഭാരതത്തിന് വളരെ വലിയ മഹിമയുണ്ട്. പക്ഷേ ഭാരതവാസികൾ സ്വയം അറിയുന്നില്ല. പറയുന്നുമുണ്ടല്ലോ, ഇന്നയാൾ സ്വർഗവാസിയായി. പക്ഷേ സ്വർഗം എന്തു വസ്തുവാണ്? ഇത് മനസ്സിലാക്കുന്നില്ല. സ്വർഗത്തിലേക്ക് പോയി എന്ന് സ്വയം സിദ്ധമാക്കുന്നു. ഇതിന്റെ അർത്ഥം നരകത്തിലായിരുന്നു എന്നാണ്. ഹെവൻ ഉണ്ടാകുന്നത് ബാബ സ്ഥാപനം ചെയ്യുമ്പോഴാണ്. അത് പുതിയ ലോകത്തെയാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, സ്വർഗവും നരകവും. മനുഷ്യരാണെങ്കിൽ സ്വർഗത്തെ 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇന്നലെ സ്വർഗമായിരുന്നു. ഇവരുടെ രാജധാനി ഉണ്ടായിരുന്നു. പിന്നെ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, മധുരമായ ഓമന സന്താനങ്ങളെ, നിങ്ങളുടെ ആത്മാവ് പതീതമാണ്. അതിനാൽ ഹെല്ലിൽ തന്നെയാണ്. പറയുന്നുമുണ്ട്, ഇപ്പോൾ കലിയുഗത്തിന്റെ 40,000 വർഷങ്ങൾ ബാക്കിയുണ്ട് എന്ന്. അപ്പോൾ തീർച്ചയായും കലിയുഗവാസി എന്ന് പറയുമല്ലോ. പഴയ ലോകമാണല്ലോ. മനുഷ്യർ പാവങ്ങൾ ഘോരമായ അന്ധകാരത്തിലാണ്. അന്തിമത്തിൽ തീ പിടിക്കുമ്പോൾ ഇതെല്ലാം ഇല്ലാതാകും. നിങ്ങളുടേത് പ്രീതബുദ്ധിയാണ്. നമ്പർ 1 പുരുഷാർത്ഥം അനുസരിച്ച്. എത്രത്തോളം പ്രീതബുദ്ധിയാകുമോ അത്രത്തോളം ഉയർന്ന പദവി നേടും. രാവിലെ എഴുന്നേറ്റ് വളരെ സ്നേഹപൂർവം ബാബയെ ഓർമ്മിക്കണം. സ്നേഹത്തിന്റെ കണ്ണുനീര് വരണം. കാരണം വളരെ സമയത്തിനു ശേഷം ബാബ വന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ബാബ അങ്ങ് വന്ന് നമ്മെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. നമ്മൾ വിഷയസാഗരത്തിൽ മുങ്ങിത്താണ് എത്ര ദുഃഖിതരായി വന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് രൗരവ നരകമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മുഴുവൻ ചക്രത്തിന്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. മൂലവതനം എന്താണ് അതും വന്ന് പറഞ്ഞു തന്നു. നേരത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇതിനെ പറയുന്നത് തന്നെ മുള്ളുകളുടെ കാട് എന്നാണ്.
സ്വർഗത്തെ പറയുന്നത് ഗാർഡൻ ഓഫ് അള്ളാ, പുഷ്പങ്ങളുടെ പൂന്തോട്ടം എന്നാണ്. ബാബയെ പൂന്തോട്ടക്കാരൻ എന്നും പറയുമല്ലോ. നിങ്ങളെ പുഷ്പത്തിൽ നിന്നും പിന്നെ ആരാണ് മുള്ളാക്കി മാറ്റുന്നത്? രാവണൻ. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഭാരതം പുഷ്പങ്ങളുടെ പൂന്തോട്ടമായിരുന്നു. ഇപ്പോൾ കാടാണ്. കാട്ടിൽ മൃഗങ്ങളും തേളും മറ്റും ഉണ്ടായിരിക്കുന്നു. സത്യയുഗത്തിൽ ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന മൃഗമോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. ശാസ്ത്രങ്ങളിലാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ശ്രീകൃഷ്ണനെ സർപ്പം ദംശിച്ചു, ഇതുണ്ടായി എന്നല്ല. ശ്രീകൃഷ്ണനെ പിന്നെ ദ്വാപരയിലേക്ക് കൊണ്ടുപോയി. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഭക്തി തികച്ചും വേറെ വസ്തുവാണ്. ജ്ഞാനസാഗരം ഒരേയൊരു ബാബയാണ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ ജ്ഞാനത്തിന്റെ സാഗരമാണ് എന്നല്ല, അങ്ങനെയല്ല. പതീത പാവനൻ എന്ന് ഒരേ ഒരു ജ്ഞാനസാഗരത്തെയാണ് പറയുന്നത്. ജ്ഞാനത്തിലൂടെയാണ് മനുഷ്യരുടെ സദ്ഗതി ഉണ്ടാകുന്നത്. സദ്ഗതിയുടെ സ്ഥാനം രണ്ടാണ്, മുക്തിധാമവും ജീവൻ മുക്തിധാമവും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഗുപ്തമാണ്. ബാബ തന്നെ വന്ന് ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ മനുഷ്യ വസ്ത്രത്തിൽ വരുന്നു. ബാബയ്ക്ക് തന്റേതായ വസ്ത്രമില്ല. അതിനാൽ ഈ ഒന്നിനെ നിരാകാരൻ, ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ബാക്കി എല്ലാവരും സാകാരിയാണ്. ഈ ഒന്നിനെ ഇൻകോർപ്പൊറിയൽ ആത്മാക്കളുടെ ഇൻകോർപ്പൊറിയൽ ഗോഡ് ഫാദർ എന്നാണ്. നിങ്ങൾ ആത്മാക്കളും അവിടെ നിവസിക്കുന്നു, ബാബയും അവിടെ നിവസിക്കുന്നു. പക്ഷേ ഗുപ്തമാണ്. ബാബ തന്നെ വന്ന് ആദ്യ സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനം ചെയ്യുന്നു. മൂലവദനത്തിൽ ഒരു ദുഃഖവുമില്ല. ബാബ പറയുന്നു, നിങ്ങളുടെ മംഗളം തന്നെ ഒരു കാര്യത്തിലാണ്, ബാബയെ ഓർമ്മിക്കൂ, മന്മനാഭവ. ഇത്രമാത്രം. ബാബയുടെ കുട്ടിയായി മാറി. കുട്ടികൾക്ക് സമ്പത്ത് എന്നത് അണ്ടർസ്റ്റുഡ് ആണ്. അൽഫിനെ ഓർമ്മിച്ചു എങ്കിൽ സത്യയുഗി പുതിയ ലോകത്തിന്റെ സമ്പത്ത് തീർച്ചയായും ഉണ്ടായിരിക്കും. ഈ പതീത ലോകത്തിന്റെ വിനാശവും തീർച്ചയായും ഉണ്ടാകുക തന്നെ വേണം. അമരപുരിയിലേക്ക് പോവുക തന്നെ വേണം. അമരനാഥൻ നിങ്ങൾ പാർവതിമാർക്ക് അമരകഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർത്ഥസ്ഥാനങ്ങളിൽ എത്ര മനുഷ്യരാണ് പോകുന്നത്? അമർനാഥിലേക്ക് എത്ര പേർ പോകുന്നു? അവിടെ ഒന്നും തന്നെയില്ല. എല്ലാം ചതിയാണ്. സത്യത്തിന്റെ അംശം പോലുമില്ല. പാടുന്നുമുണ്ട്, അസത്യമായ ശരീരം, അസത്യമായ മായ എന്ന്. ഇതിനും അർത്ഥമുണ്ടാകേണ്ടതാണ്. ഇവിടെ തന്നെയാണ് അസത്യം. ഇതും ജ്ഞാനത്തിന്റെ കാര്യമാണ്. ഗ്ലാസിനെ ഗ്ലാസ് എന്ന് പറയുന്നത് അസത്യമാണ് എന്നല്ല. ബാക്കി ബാബയെ കുറിച്ച് എന്തെല്ലാം പറയുന്നുവോ അത് അസത്യമാണ് പറയുന്നത്. സത്യം പറയുന്നയാൾ ഒരേ ഒരു ബാബയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ വന്ന് സത്യം സത്യമായ സത്യനാരായണന്റെ കഥ കേൾപ്പിക്കുന്നു. അസത്യമായ വജ്രങ്ങളും മുത്തുകളും ഉണ്ടല്ലോ. ഈ കാലത്ത് അസത്യത്തിന് വളരെയധികം ഷോ ആണ്. അതിന്റെ തിളക്കം സത്യത്തെക്കാൾ നല്ലത് എന്ന വിധത്തിലാണ്. ഈ അസത്യമായ കല്ലുകൾ മുൻപ് ഉണ്ടായിരുന്നില്ല, പിന്നീട് വിദേശത്ത് നിന്നും വന്നതാണ്. അസത്യമായതിനെ സത്യമായതിനോടൊപ്പം കലർത്തുന്നു, അറിയാൻ കഴിയുകയില്ല. പിന്നെ ഇങ്ങനെയുള്ള വസ്തുക്കളും ഇറങ്ങിയിട്ടുണ്ട്, അതിലൂടെ തിരിച്ചറിയുന്നു. മുത്തുകളും ഇങ്ങനെയുള്ള അസത്യമായവ ഇറങ്ങിയിട്ടുണ്ട്, അത് അല്പം പോലും അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടായിരിക്കുന്നില്ല. സംശയമുള്ളവർ പിന്നെ വരുന്നതേയില്ല. എക്സിബിഷനിലും എത്ര അനേകം പേർ വരുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ വലിയ വലിയ കടകൾ തുറക്കൂ.
ഇത് നിങ്ങളുടെ ഒരേ ഒരു സത്യമായ കടയാണ്. നിങ്ങൾ സത്യമായ കട തുറക്കുന്നു. വലിയ വലിയ സന്യാസിമാർക്ക് വലിയ വലിയ കടകൾ ഉണ്ടായിരിക്കുന്നു. അവിടെ വലിയ വലിയ മനുഷ്യർ പോകുന്നു. നിങ്ങളും വലിയ വലിയ സെന്റർ തുറക്കൂ. ഭക്തി മാർഗത്തിന്റെ സാമഗ്രി തികച്ചും വേറെയാണ്. ഭക്തി തുടക്കം മുതലേ തുടർന്നു വന്നു എന്നല്ല, അങ്ങനെയല്ല. ജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്നത് സദ്ഗതിയാണ്, അതായത് പകലാണ്. അവിടെ സമ്പൂർണ്ണ നിർവികാരി വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. മനുഷ്യർക്ക് ഇതും അറിയില്ല, ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു എന്ന്. സൂര്യവംശിയും ചന്ദ്രവംശിയും മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികൾ ഗീതവും കേട്ടു. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു, സംഗമത്തിൻ്റെത്. നമ്മൾ വന്ന് തന്റെ പരിധിയില്ലാത്ത ബാബയുമായി കണ്ടുമുട്ടിയിരിക്കുന്നു. പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ പറയില്ല, ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു എന്ന്. അവർ മനസ്സിലാക്കുന്നു, വളരെയധികം ധാന്യമുണ്ടാകും, ഇതുണ്ടാകും. മനസ്സിലാക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ സ്ഥാപന നമ്മൾ ചെയ്യുന്നു. മനസ്സിലാക്കുന്നു, സ്റ്റുഡന്റിൻ്റെത് ന്യൂ ബ്ലഡ് ആണ്. ഇവർ വളരെയധികം സഹായിക്കും. അതിനാൽ ഗവൺമെന്റും അവരുടെ മേൽ വളരെയധികം പ്രയത്നിക്കുന്നു. പിന്നെ കല്ലുകളും മറ്റും എറിയുന്നതും അവരാണ്. കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിലും ആദ്യം സ്റ്റുഡൻസ് ആണ് മുന്നിലിരിക്കുന്നത്. അവർ വളരെ സമർത്ഥരായിരിക്കുന്നു. അവരെ ന്യൂ ബ്ലഡ് എന്ന് പറയുന്നു. ഇപ്പോൾ ന്യൂ ബ്ലഡിന്റെ കാര്യമില്ല, അത് ബ്ലഡ് കണക്ഷനാണ്. ഇപ്പോൾ നിങ്ങളുടേത് ആത്മീയ കണക്ഷനാണ്. പറയുന്നുവല്ലോ ബാബ, നമ്മൾ അങ്ങയുടെ 2 മാസത്തെ കുട്ടിയാണ് എന്ന്. പല കുട്ടികളും ആത്മീയ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ഈശ്വരീയ ബർത്ത്ഡേ തന്നെയാണ് ആഘോഷിക്കേണ്ടത്. ആ ശാരീരിക ബർത്ത്ഡേ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. നമ്മൾ ബ്രാഹ്മണരെ ആയിരിക്കും കഴിപ്പിക്കുന്നത്. ആഘോഷിക്കേണ്ടത് ഇതാണല്ലോ. അത് ആസുരീയ ജന്മമാണ്, ഇതാണ് ഈശ്വരീയ ജന്മം. രാപകലിന്റെ വ്യത്യാസമുണ്ട്. എന്നാൽ നിശ്ചയത്തിലിരിക്കുമ്പോഴല്ലേ ഈശ്വരീയ ജന്മം ആഘോഷിച്ച ശേഷം പിന്നെ പോയി ആസുരീയ ജന്മത്തിൽ പതിക്കുക. ഇങ്ങനെ പാടില്ല. ഇങ്ങനെയും സംഭവിക്കുന്നു. ഈശ്വരീയ ജന്മം ആഘോഷിച്ച് പിന്നെ അപ്രത്യക്ഷമാകുന്നു. ഈ കാലത്താണെങ്കിൽ മാരേജ് ഡേയും ആഘോഷിക്കുന്നു. വിവാഹം നല്ലൊരു ശുഭകാര്യം പോലെയാണ് മനസ്സിലാക്കുന്നത്. നരകത്തിൽ പോകുന്നതിന്റെയും ദിവസം ആഘോഷിക്കുന്നു. വണ്ടർ ആണല്ലോ. ബാബയിരുന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈശ്വരീയ ബർത്ത്ഡേ ബ്രാഹ്മണരോടൊപ്പം തന്നെ ആഘോഷിക്കണം. നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ശിവ് ബാബയുടെ തന്നെ ഓർമ്മ നിലനിൽക്കും. ഏത് കുട്ടികളാണോ നിശ്ചയ ബുദ്ധിയുള്ളത് അവരുടെ ജന്മദിനം ആഘോഷിക്കേണ്ടതാണ്. ആ ആസുരീയ ജന്മം തന്നെ മറന്നു പോകണം. ഇതും ബാബ നിർദ്ദേശം നൽകുന്നു. അഥവാ പക്കാ നിശ്ചയ ബുദ്ധിയാണെങ്കിൽ നമ്മൾ ബാബയുടേതായി കഴിഞ്ഞു, രണ്ടാമതായി ആരുമില്ല, പിന്നെ അന്തമതി സോഗതി ഉണ്ടാകും. ബാബയുടെ ഓർമ്മയിൽ മരിച്ചു എങ്കിൽ അടുത്ത ജന്മവും ഇങ്ങനെയുള്ളത് ലഭിക്കും. ഇല്ലെങ്കിൽ അന്തിമ കാലത്ത് ആരാണോ സ്ത്രീയെ സ്മരിച്ചത്, ഇങ്ങനെയും ഗ്രന്ഥത്തിലുണ്ട്. ഇവിടെ പറയുന്നു അന്തിമ സമയത്ത് ഗംഗയുടെ തീരത്തായിരിക്കണം എന്ന്. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. നിങ്ങളോട് ബാബ പറയുന്നു, ശരീരം വെടിഞ്ഞു എങ്കിൽ പോലും സ്വദർശന ചക്രധാരി ആയിരിക്കണം. ബുദ്ധിയിൽ ബാബയുടെയും ചക്രത്തിന്റെയും ഓർമ്മയുണ്ടായിരിക്കണം. അതും തീർച്ചയായും എപ്പോഴാണോ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അന്തിമ കാലത്ത് ഓർമ്മ വരുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. കാരണം കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ അശരീരിയായി
തിരിച്ചു പോകേണ്ടതുണ്ട്. ഇവിടെ പാർട്ട് അഭിനയിച്ച് സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനം ആയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സദോ പ്രധാനമാകണം. ഈ സമയം ആത്മാവ് തന്നെയാണ് ഇംപ്യൂർ. അപ്പോൾ എങ്ങനെ പ്യുവറായ ശരീരം ലഭിക്കുവാൻ സാധിക്കും? ബാബ വളരെയധികം ഉദാഹരണങ്ങൾ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും രത്നവ്യാപാരിയാണല്ലോ. കലർപ്പ് ആഭരണത്തിലല്ല, സ്വർണത്തിലാണ് ചേർക്കുന്നത്. 24 കാരറ്റിൽ നിന്നും 22 കാരറ്റ് ആക്കണമെങ്കിൽ വെള്ളി ചേർക്കും. ഇപ്പോഴാണെങ്കിൽ സ്വർണമേ ഇല്ല, എല്ലാവരിൽ നിന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇക്കാലത്ത് നോട്ടും നോക്കൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പേപ്പറുമില്ല. കുട്ടികൾ മനസ്സിലാക്കുന്നു, കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചു വരികയാണ്. പൂർണ്ണ പരിശോധന വയ്ക്കുന്നു, ലോക്കേഴ്സും മറ്റും തുറപ്പിക്കുന്നു. ആരുടെയെങ്കിലുമൊക്കെ അന്വേഷണവും മറ്റും നടത്താറുണ്ടല്ലോ, പാടുന്നുമുണ്ട്. ചിലരുടേത് പൊടിയിൽ അമർന്നിരിക്കുന്നു എന്ന് ശക്തമായി തീപിടിക്കുകയും ചെയ്യുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി ബാഗേജസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റാർക്കും തന്നെ അറിയില്ല. നിങ്ങൾക്കാണ് 21 ജന്മത്തേക്ക് സമ്പത്ത് ലഭിക്കുന്നത്. നിങ്ങളുടെ ധനത്തിലൂടെയാണ് ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പിന്നെ നിങ്ങൾ തന്നെ നിവസിക്കും. കുട്ടികളായ നിങ്ങൾ തന്റെ പുരുഷാർത്ഥത്തിലൂടെ സ്വയം തനിക്ക് രാജതിലകം നൽകുന്നു. ദരിദ്രരുടെ നാഥനായ ബാബ സ്വർഗത്തിന്റെ അധികാരിയാക്കുവാൻ വന്നിരിക്കുന്നു. എന്നാൽ ആകുന്നത് തന്റെ പഠനത്തിലൂടെയാണ്, കൃപയിലൂടെയോ ആശീർവാദത്തിലൂടെയോ അല്ല. ടീച്ചറിന്റെ ധർമ്മം പഠിപ്പിക്കുക എന്നതാണ്. കൃപയുടെ കാര്യമില്ല. ടീച്ചറിന് ഗവൺമെന്റിൽ നിന്നും വേതനം ലഭിക്കുന്നു. അപ്പോൾ തീർച്ചയായും പഠിപ്പിക്കും. ഇത്രയും വലിയ പ്രതിഫലം ലഭിക്കുന്നു. പദമാപദം പതിയാകുന്നു. കൃഷ്ണന്റെ പാദത്തിൽ പത്മത്തിന്റെ അടയാളം നൽകിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഭാവിയിൽ പദമാപതി ആകുവാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം സുഖമുള്ളവരും ധനികരും അമരവുമാകുന്നു. കാലിന്റെ മേൽ വിജയം നേടുന്നു. ഈ കാര്യങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നിങ്ങളുടെ ആയുസ് പൂർത്തിയാകുന്നു, അമരമായി മാറുന്നു. അവർ പിന്നെ പാണ്ഡവരുടെ നീളവും വീതിയുമുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. പാണ്ഡവർ ഇത്രയും ഉയരമുള്ളവർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പാണ്ഡവർ നിങ്ങളാണ്. എത്ര രാപകലിന്റെ വ്യത്യാസമാണ്! കൂടുതൽ ഉയരമുള്ള മനുഷ്യൻ ഉണ്ടായിരിക്കുന്നില്ല. 6 അടിയുടേത് ഉണ്ടായിരിക്കും. ഭക്തി മാർഗത്തിൽ ആദ്യം ശിവ് ബാബയുടെ ഭക്തിയാണ് നടക്കുന്നത്. അതാണെങ്കിൽ വലുതുണ്ടാക്കുകയില്ല. ആദ്യം ശിവ് ബാബയുടെ അവ്യഭിചാരി ഭക്തി നടക്കുന്നു. പിന്നീട് ദേവതമാരുടെ മൂർത്തികൾ ഉണ്ടാക്കുന്നു. പിന്നെ അവരുടെ വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ പാണ്ഡവരുടെ വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം പൂജയ്ക്ക് വേണ്ടിയാണ് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ലക്ഷ്മിയുടെ പൂജ 12 മാസത്തിൽ ഒരു തവണ ചെയ്യുന്നു. ജഗദംബയുടെ പൂജ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങളുടെ ഡബിൾ പൂജ ഉണ്ടാകുന്നു. എന്റേതാണെങ്കിൽ കേവലം ആത്മാവിൻ്റേത്, അതായത് ലിംഗത്തിൻ്റെതാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടേത് സാലിഗ്രാമിന്റെ രൂപത്തിലും പൂജയുണ്ടാകുന്നു. പിന്നെ ദേവതമാരുടെയും രൂപത്തിലും പൂജയുണ്ടാകുന്നു. രുദ്രയജ്ഞം രചിക്കുന്നു. അപ്പോൾ എത്ര സാലിഗ്രാമാണ് നിർമ്മിക്കുന്നത്? അപ്പോൾ വലുത് ആരായി? അതിനാലാണ് ബാബ കുട്ടികളോട് നമസ്തേ പറയുന്നത്. എത്ര ഉയർന്ന പദവിയാണ് പ്രാപ്തമാക്കിക്കുന്നത്. ബാബ എത്ര ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു.
അപ്പോൾ കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്. നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, ഭഗവാൻ ഭഗവതിയാക്കി മാറ്റുന്നതിനായി. എത്ര നന്ദി പറയേണ്ടതാണ്. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ സ്വപ്നവും നല്ലത് വരും, സാക്ഷാത്കാരവും ഉണ്ടാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ഈശ്വരീയ ആത്മീയ ബർത്ത്ഡേ ആഘോഷിക്കണം. ആത്മീയ കണക്ഷൻ വെക്കണം, ബ്ലഡ് കണക്ഷൻ അല്ല. ആസുരീയ ശാരീരിക ബർത്ത്ഡേയും ക്യാൻസൽ. അത് പിന്നെ ഓർമ്മയിൽ പോലും വരരുത്. തൻ്റെ ബാഗേജസ് ഭാവിയിലേക്ക് വേണ്ടി തയ്യാറാക്കണം. തൻ്റെ ധനം ഭാരതത്തെ സ്വർഗമാക്കുന്നതിൻ്റെ സേവനത്തിൽ സഫലമാക്കണം. തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ സ്വയം തനിക്ക് രാജതിലകം നൽകണം. വരദാനം: സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും വിധിയിലൂടെ സഹജ യോഗിയായി ഭവിക്കട്ടെ. ബാപ് ദാദയ്ക്ക് കുട്ടികളുടെ സ്നേഹം തന്നെയാണ് ഇഷ്ടം. ആരാണോ യജ്ഞസ്നേഹിയും സഹയോഗിയും ആകുന്നത്, അവർ സ്വതവേ സഹജയോഗിയായി മാറുന്നു. സഹയോഗം സഹജയോഗമാണ്. ഹൃദയേശ്വരനായ ബാബയ്ക്ക് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ഹൃദയത്തിൽ നിന്നുള്ള സഹയോഗവും തന്നെയാണ് പ്രിയം. ചെറിയ മനസ്സുള്ളവർ ചെറിയ ഇടപാടിൽ സന്തുഷ്ടമാകുന്നു. വലിയ മനസ്സുള്ളവർ പരിധിയില്ലാത്ത ഇടപാട് നടത്തുന്നു. വാല്യൂ സ്നേഹത്തിനാണുള്ളത്, വസ്തുവിനല്ല. അതിനാൽ കുചേലൻ്റെ പച്ച അരിയെക്കുറിച്ച് പാടപ്പെട്ടിട്ടുണ്ട്. ആര് എത്ര തന്നെ നൽകിയാലും സ്നേഹം ഇല്ലെങ്കിൽ ശേഖരണം ഉണ്ടാകുന്നില്ല. സ്നേഹത്തോടെ അല്പം ശേഖരിക്കുകയാണെങ്കിൽ പോലും അത് കോടികളായി മാറുന്നു. സ്ലോഗൻ: സമയവും ശക്തിയും വ്യർത്ഥമായി പോകരുത്. ഇതിനു വേണ്ടി ആദ്യം ചിന്തിക്കൂ, പിന്നീട് ചെയ്യൂ. അവ്യക്ത സൂചന: ഇപ്പോൾ താൽപര്യത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. ബാപ് ദാദ കുട്ടികൾക്ക് വിശേഷ സൂചന നൽകുകയാണ്. കുട്ടികളെ, ഇപ്പോൾ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ താൽപര്യത്തെ അഗ്നി രൂപത്തിൽ കൊണ്ടുവരൂ. ജ്വാലാമുഖിയാകൂ. മനസ്സിൻ്റെയും സംബന്ധ സമ്പർക്കങ്ങളുടെയും ഏതെല്ലാം കണക്കുകൾ അവശേഷിക്കുന്നുണ്ടോ അവയെ ജ്വാല സ്വരൂപത്തിൻ്റെ ഓർമ്മയിലൂടെ ഭസ്മമാക്കൂ. ഓം ശാന്തി. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. എന്നിൽ ശാന്തിയുടെ അക്ഷയ ഖജനാവ് നിറഞ്ഞിരിക്കുന്നു. ആത്മാവായ ഞാൻ ഈ സാകാര ലോകത്തിനുപരി സൂര്യചന്ദ്ര താരാഗണങ്ങൾക്കും ഉപരി പരമമായ ധാമത്തിലേക്ക്, എൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ പരമധാമം എൻ്റെ അലൗകിക വീടാണ്.
ഇവിടെ സർവത്ര ശാന്തി തന്നെ ശാന്തിയാണ്. ഈ മധുരമായ ശാന്തി നിറഞ്ഞ ധാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശിവപരമാത്മാവിനെ ഞാൻ കാണുകയാണ്. മധുരമായ ബാബ, അങ്ങ് ശാന്തിയുടെ സാഗരമാണ്. പരമാത്മാവിൽ നിന്നും ശാന്തിയുടെ ദിവ്യ കിരണങ്ങൾ പ്രസരിക്കുകയാണ്. ആനന്ദ കിരണങ്ങൾ നിറയുകയാണ്. ഈ ദിവ്യമായ കിരണങ്ങൾ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളിലേക്ക് ഞാൻ വ്യാപിപ്പിക്കുന്നു.